ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം നല്ല ഒരു വാർത്ത വന്നിരിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ കമ്പനിയാണ് നമ്മുടെ KSRTC എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചധികം നാളുകളായിട്ട് KSRTCയിൽ എങ്ങനെയാണ് നിയമനം നടക്കുന്നത് നോക്കുകയാണെങ്കിൽ അത് താൽക്കാലികമായിട്ടുള്ള നിയമനമാണ്. അവിടെ സ്ഥിര നിയമനം നടന്നിട്ട് കൊല്ലങ്ങളായി. ഏകദേശം 9 വർഷത്തോളം KSRTCയിൽ നിയമന നിരോധനമായിരുന്നു. അപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് KSRTCയിലേക്കുള്ള നിയമനങ്ങൾ വീണ്ടും PSCക്ക് നൽകാനായിട്ട് പോവുകയാണ്. ഏകദേശം 3000-ഓളം ഒഴിവുകളാണ് KSRTCയിൽ വരാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിൽ വീതിയിൽ ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവരെ സംബന്ധിച്ചോളം നല്ല ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു പത്രക്കെട്ടായിരുന്നു വന്നേക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ PSC നിയമനം വീണ്ടും KSRTCയിലേക്ക് വരാനായിട്ട് പോവുകയാണ്. കുറെ അധികം നാളായിട്ട് PSC അല്ല ഇവിടെ നിയമനം നടത്തിക്കൊണ്ടിരുന്നത്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് പുതിയ ആളുകളൊക്കെ KSRTCയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു നിയമനം വരാനായിട്ട് പോകുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗപ്രകാരം ഒഴിവുകളെല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 3000-ഓളം ഒഴിവുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 3000 എന്നത് ഒരു ചെറിയ സംഖ്യ മാത്രമാണ്. ഇനിയും കൂടാനായിട്ട് ചാൻസ് ഉണ്ടാകും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ ആശ്രിത നിയമനവും കുറെ നാളായിട്ട് KSRTCയിൽ നടക്കുന്നില്ലായിരുന്നു. ഈ ഒരു ആശ്രിത നിയമനവും പുനരാരംഭിക്കാനായിട്ട് തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഉടൻ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 3000-ലധികം ഒഴിവുകൾ എന്ന് പറയുമ്പോൾ അവിടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ജോലികളാണ്. അതിനോടൊപ്പം തന്നെ എന്തുണ്ടാവും? റിസർവ് കണ്ടക്ടർ ഉണ്ടായിരിക്കും, റിസർവ് ഡ്രൈവറും ഉണ്ടായിരിക്കും. നമ്മളൊരു സാധാരണ ജനറൽ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടക്ടർ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ലൈസൻസ് ഉള്ള ഹെവി ലൈസൻസ് ഉള്ളവരെ സംബന്ധിച്ചോളം എന്തോ നല്ല ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഡ്രൈവർ തസ്തികയിലേക്കും വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവാണ് ഇതിന് കാര്യമായിട്ട് തന്നെ KSRTC പ്രേരിപ്പിച്ചത്. 2013 KSRTCയിൽ 38,000 ജീവനക്കാരായിരുന്നു KSRTCയിൽ ഉണ്ടായിരുന്നത്. അത് 2025 ജീവനക്കാരുടെ എണ്ണം എന്തായി? 22,000-ലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. ഇനി കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം 5000-ഓളം പേരാണ് KSRTCയിൽ നിന്ന് റിട്ടയർ ആയി പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നപ്പോഴാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. നിയമനങ്ങൾ എന്തായാലും നടന്നേ പറ്റുള്ളൂ. സ്ഥിര നിയമനങ്ങൾ തന്നെ വേണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ KSRTCയും അതോടൊപ്പം തന്നെ ഗവൺമെന്റും എത്തിയിരിക്കുന്നത്. സോ ഏതൊരു നിമിഷം വേണമെങ്കിലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറും അതിനുവേണ്ടി തയ്യാറാകുകയാണ്. ഡ്രൈവർ പോസ്റ്റുകൾക്കും കണ്ടക്ടർ പോസ്റ്റുകൾക്കൊക്കെ നമ്മൾ കോഴ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ജനറൽ PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ വർഷം അവസാനം വരുന്നത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത വർഷം നടക്കാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷ നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ LD ക്ലർക്ക് കോഴ്സിനെ പറ്റി അറിയാനായിട്ട് താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8590202323 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ PSCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.